പത്തനംതിട്ട മെഴുവേലിയിലെ കള്ളവോട്ട് അന്വേഷിക്കാൻ 3-അംഗ സമിതി രൂപീകരിച്ച് ജില്ലാ കളക്ടർ. BLO അടക്കമുള്ള ഉദ്യോഗസ്ഥർക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് പ്രാഥമിക അന്വേഷണത്തിലെ കണ്ടെത്തൽ. കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ BLOയ്ക്ക് സസ്പെൻഷൻ. പത്തനംതിട്ട മെഴുവേലിയിൽ മരിച്ചയാളുടെ വോട്ട് മരുമകളെ കൊണ്ട് ചെയ്യിച്ചു എന്നാണ് പരാതി ഉയർന്നത്. 6 വർഷം മുമ്പ് മരിച്ച 94-കാരി അന്നമ്മയുടെ വോട്ട് മരുമകളായ 71-കാരി അന്നമ്മയെക്കൊണ്ട് വീട്ടിലെത്തി ചെയ്യിച്ചുവെന്നാണ് കണ്ടെത്തൽ. അന്നമ്മ കിടപ്പുരോഗിയാണെന്നും ക്രമനമ്പർ മാറിപ്പോയതാണെന്നുമുള്ള വിശദീകരണം ആദ്യഘട്ടത്തിൽ തന്നെ ജില്ലാ കളക്ടർ തള്ളിയിരുന്നു. 24 വാർത്തയ്ക്ക് പിന്നാലെ BLO അമ്പിളി, ഒപ്പമുണ്ടായിരുന്ന 2 പോളിംഗ് ഓഫീസർമാർ എന്നിവരെ ജില്ലാ കളക്ടർ സസ്പെൻഡ് ചെയ്തു. ഇക്കാര്യത്തിൽ സമഗ്ര അന്വേഷണത്തിനാണ് ജില്ലാ ഭരണകൂടം തീരുമാനിച്ചിരിക്കുന്നത്. പത്തനംതിട്ട സബ് കളക്ടറെ തലവനാക്കി അന്വേഷണ സംഘം രൂപീകരിച്ചു. ഉദ്യോഗസ്ഥ രാഷ്ട്രീയ ഗൂഢാലോചന നടന്നോ എന്ന് പരിശോധിക്കും. മെഴുവേലി പഞ്ചായത്ത് 1-ാം വാർഡ് UDF അംഗം ശുഭാനന്ദൻ, BLO അമ്പിളി എന്നിവർ ഗൂഢാലോചന നടത്തി കള്ളവോട്ട് ചെയ്യിപ്പിച്ചുവെന്നാണ് ഇലവുംതിട്ട പോലീസിന്റെ FIR. വീട്ടിൽ വോട്ടിനിടെ ആറന്മുള നിയോജകമണ്ഡലത്തിലെ 144-ാം ബൂത്തിലായിരുന്നു സംഭവം നടന്നത്. അതിനിടെ കാസർഗോഡ് വെസ്റ്റ് എളേരിയിൽ മരിച്ചവർക്ക് പകരം ജീവിച്ചിരിക്കുന്നവരെ വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ സംഭവത്തിൽ BLOയെ സസ്പെൻഡ് ചെയ്തു. മരിച്ച 10 പേരെ വോട്ടർ പട്ടികയിൽ നിലനിർത്തി ജീവിച്ചിരിക്കുന്ന 12 പേരെ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയ നടപടിയിലാണ് BLO സീന തോമസിനെ സസ്പെൻഡ് ചെയ്തത്. കാസർഗോഡ് ബ്യൂറോയ്ക്കൊപ്പം 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.